ദിവസം ഒരു സ്ത്രീ വന്നു, ശരീരവേദന, കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്, ESR കൂടുതലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു റിസൾട്ട് എടുത്തിട്ട് ഒരാൾക്ക് ആസിഡ് റൈസ് ബ്രാൻ ഓയിൽ സജസ്റ്റ് ഗാമോറസിനോട് പറഞ്ഞു. അപ്പൊ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് ഗാമോറസിനോട് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫ്രീ പ്രൊഡക്റ്റിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഗാമോറസിനോട് കുറച്ച് അധികം ഫ്രീ കൊടുക്കാനും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്. ഈ ഒരു സാധനത്തിൽ വരുന്ന ഓറൈസനോൾ എന്ന് പറയുന്ന ഘടകം നമ്മുടെ നെല്ലിന്റെ തവിടെന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. 32 ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്, ക്യാൻസറെ തടയാനുള്ള ശേഷിയുണ്ട്, കൊളസ്ട്രോളിനെ നോർമലാക്കാനുള്ള ശേഷിയുണ്ട്. അപ്പം ഇത് നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, രാവിലെ വെറും വയറ്റിൽ 10 ml തവിടെന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അതൊരു 1.5 മാസം കഴിച്ചു. കഴിഞ്ഞ ദിവസം റിസൾട്ട് എടുത്ത് നോക്കിയ സമയത്ത് 320 ഉണ്ടായിരുന്ന കൊളസ്ട്രോള് ഏകദേശം 125 എത്തിയിട്ടുണ്ട്. അത്രത്തോളം വ്യത്യാസം ഈ ഒറ്റ പ്രൊഡക്റ്റ് മതി നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു വീട്ടിൽ RCM സുഖമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അതിലൂടെ നമുക്ക് സുഖമായിട്ട് കയറി പോവാം. RCM ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് 60 രൂപയാണ് MRP വരുന്നത്. ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് എങ്ങനെ നോക്കിയാലും മാർക്കറ്റിൽ വാങ്ങിക്കൽ ഈ ഒരു ക്വാളിറ്റിയിൽ ജെലാറ്റിൻ ഫ്ലോറൈഡ് ഫ്രീ ആയിട്ടുള്ള പേസ്റ്റ് 80 രൂപ 90 രൂപ കൊടുക്കണം. ഇവിടെ 60 രൂപ ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്ത RCM എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക് 60 രൂപയ്ക്ക് കിട്ടും അല്ലെ? 30 രൂപ അദ്ദേഹത്തിന്റെ ലാഭം. ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 43 രൂപ, വീണ്ടും വില കുറയും. അങ്ങനെ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ. RCMന്റെ വാഷിംഗ് പൗഡർ, നമ്മൾ സ്ത്രീകളോട് ഞാനൊക്കെ ഫസ്റ്റ് പറയാറുണ്ട്, ഏത് വാഷിംഗ് പൗഡർ നമ്മുടെ കയ്യിലെടുത്തു കഴിഞ്ഞാലും മാർക്കറ്റിൽ നല്ല ഹീറ്റ് ഉണ്ടാകാം. ഒരു പിടുത്തം വാഷിംഗ് പൗഡർ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ കൈ കൊള്ളും, കൂടുതൽ നേരം ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയില്ല. ഇതൊന്ന് പരീക്ഷ വെച്ചാൽ മതി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അലക്കി വെള്ളം ചെടിക്ക് കുടിക്കാം, എൻസൈം ബേസ്ഡ് വാഷിംഗ് പൗഡർ. ഞാൻ ആദ്യമായിട്ട് വാട്ടർ RCM ഔട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സാധനം അമ്മയ്ക്ക് എപ്പോഴും കൈക്ക് അലർജിയാണ്. ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളെ അലക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ഡോക്ടർ വാഷൊക്കെ കുറച്ചു കാലം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് RCMന്റെ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയ റിസൾട്ട് RCMന്റെ ലോണ്ടറി, നമ്മളെ കളിയാക്കി പറയാറുണ്ട് കുപ്പായില്ലാത്ത സോപ്പാണ് അല്ല, കാണാനൊരു കുളൂസില്ല എന്നല്ല, ആള് വയ്ക്കില്ല. അത് ഉപയോഗിച്ചിട്ടാണ് ആദ്യമായിട്ട് അമ്മയുടെ കൈയുടെ പ്രശ്നം മാറി. അതാണ് RCMലേക്ക് ഫാദർ വർഷങ്ങളായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കാൻ ഫാദറിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയത് ആ ഒരു അലക്ക സോപ്പാണ്. അതുപോലെ RCMന്റെ എല്ലാ അലക്ക സാധനങ്ങളും ഇത്രയും ക്വാളിറ്റിയാണ്. RCMന്റെ ഉപ്പ്, ട്രിപ്പിൾ റിഫൈൻഡ് സാൾട്ട്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു കമ്പനി രാജസ്ഥാൻ ഈ ഒരു പാക്കറ്റ് ഉപ്പ് ഒരു ലോഡ് കൊണ്ടുവന്ന് 18 രൂപയ്ക്ക് ട്രിപ്പിൾ റിഫൈൻഡ് ഉപ്പ് ഇട്ടിട്ട് കമ്പനിക്ക് നഷ്ടമാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ ലാഭത്തിന് ഒരു പരിധി ഉണ്ട് അല്ലെ? ഈ ഒരു സാധനത്തെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഇറക്കാറുണ്ട്. ഈ ഒരു ഈ വണ്ടിക്കൂലി കൊടുത്തിട്ട് എത്ര സാധനം ആ ഡിപ്പോന്ന് കൊണ്ട് വരുന്ന സമയത്ത്, അല്ലെ ഡിപ്പോയിലേക്ക് വരുന്ന സമയത്ത് വേറെ ന്യൂട്രിച്ചാർജിന്റെ സാധനം വരികയാണെങ്കിൽ അതിന്റെ 10-1 പോസ്റ്റ് വേണം. പക്ഷെ എത്രയും സാധനങ്ങൾ, നല്ല സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു ഉപ്പ്, മായമുള്ള ഉപ്പ് നമ്മൾ പുറത്തു പോയി വാങ്ങിക്കരുത് എന്നുള്ള കമ്പനിയുടെ എന്താ പറയാ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. നമ്മുടെ TCGന്റെ ആ ഒരു വെൽവിഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഉപ്പ് നമുക്ക് ഇവിടെ കിട്ടും. നല്ലൊരു കയ്യടി നമ്മളെ MDക്ക് കൊടുക്കാം. ന്യൂട്രിച്ചാർജിന്റെ ധാരാളമായിട്ട് ഉൽപ്പന്നങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട്, പല ആളുകളും ന്യൂട്രിച്ചാർജ് പറയുന്ന സമയത്ത് ഇവര് പറയുന്ന കാര്യമാണ്, ഞാൻ പച്ചക്കറി വളർന്നുകൾ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ നാട്ടുപുറത്താണ്, ഞാൻ നാട്ടിലുള്ള സാധനങ്ങൾ കഴിക്കാറുണ്ട്. എന്നോട് പലരും പറയാറുണ്ട്. നമ്മൾ ഇന്ന് പഠന റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് പറയാം, മണ്ണിൽ വളരുന്ന ഒരു ചെടി, അതൊരു ഫ്രൂട്ട് ആയിക്കൊള്ളട്ടെ, ഒരു എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗം ആയിക്കോട്ടെ, മണ്ണിനകത്തുനിന്നാണ് ഈ പറയുന്ന ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈ വൈറ്റമിൻസ് മിനറൽസ് അത് അബ്സോർബ് ചെയ്യുന്നു. ഇന്നത്തെ മണ്ണ് സോയിലായിട്ട് ബന്ധപ്പെട്ട ആരാണോന്ന് അറിയില്ല. എന്റെ കുടുംബത്തിൽ ഒരാള് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, നമ്മളൊരു 25 വർഷം മുന്നേ ഒരു തക്കാളിയിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൽ കാണുന്ന വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അളവും ഇന്ന് നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ രാസവളങ്ങൾ ഉപയോഗം കൊണ്ട് നമ്മളെ മണ്ണിലെ ജൈവ സമ്പുഷ്ടത വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഒരു ലെയറാന്ന് പറയുന്ന മണ്ണിൽ ഹൈഡ്രോസെന്റിന്റെ ഒക്കെ ക്ലാസ്സിൽ ട്രെയിനിങ്ങിന് പോയാലും അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഒരു ഫ്രൂട്ടിൽ അതിന് വേണ്ട വൈറ്റമിൻസും മിനറൽസിന്റെ അളവിനേക്കാളും 80% കുറവാണ്. ഉള്ളതിനകത്താണെങ്കിൽ എന്താ, കീടനാശിനി അടിച്ചാലും. അപ്പം ഒരു ഫ്രൂട്ട്സും വെജിറ്റബിളും വാങ്ങി കഴിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജൈവ പച്ചക്കറികളൊക്കെ കിട്ടാറുണ്ട്. 5 രൂപ തക്കാളി കിലോയുള്ളപ്പോൾ ജൈവ തക്കാളിക്ക് കിലോന് 55 രൂപയാണ്. അങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഓട്ടപ്പാച്ചിനിടയിൽ ആരോടെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ വന്നത്. അങ്ങനെ വരുന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നോക്കി വാങ്ങിക്കാൻ വന്നാൽ പോസിബിൾ അല്ല. അവിടെ ന്യൂട്രീഷൻ സയൻസ്, ഈ ഒരു RCMന്റെ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ലക്ഷ്യത്തിന് പ്രധാനമായിട്ടും RCM വളർത്തി കാണിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിച്ചാർജ് വുമൺ. ഒരു സ്ത്രീക്ക് ഒരു ദിവസം കിട്ടേണ്ട 53 പോഷകങ്ങൾ, വൈറ്റമിൻസും മിനറൽസും ഉൾപ്പെടെ. ഈ ഒരു പിക്ചർ വെറുതെ കൊടുത്താലല്ല, ഈ ഒരു പിക്ചറിൽ കാണുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു ദിവസം
ഒരു പീസെങ്കിലും ഈ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാൽ മാത്രമേ ഈ ഒരു ടാബ്ലറ്റിലുള്ള വൈറ്റമിൻസ് മിനറൽസ് നമ്മുടെ ശരീരത്തിൽ എത്തുള്ളൂ. അങ്ങനെ എത്തിയുള്ള ഗുണം എന്താ? 40 വയസ്സായാലും ഊരവേദന ഉണ്ടാവില്ല, ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. അമിതഭാരം കൊണ്ടാണോ? അമിത ജോലി കൊണ്ടാണോ? അല്ലെ? പണ്ടുള്ള ഒരു സ്ത്രീ എടുക്കുന്നതിന്റെ 10% ജോലി ഒന്നും സ്ത്രീ എടുക്കുന്നില്ല. ഉണ്ടോ? ഇടിക്കുന്ന ആളുണ്ടോ? അമ്മിയിൽ ആട്ടുന്ന ആളുണ്ടോ? ഇല്ല. ഒക്കെ മെഷീനാ ചെയ്യുന്നത്. പക്ഷെ ഡിസ്ക് കംപ്ലൈന്റ് ആവുന്ന ആരതാ? മിക്സിന്റെ പല്ല് കേടാവുന്നതിൽ കൂടുതൽ സ്ത്രീകളെ എല്ല് തേയ്മാനം ഉണ്ടാവും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ന്യൂട്രീഷൻ സയൻസിന്റെ ലഭ്യതയാണെങ്കിൽ 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. വേറെ കെമിക്കലൊന്നുമില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീന്റെ ആരോഗ്യം, നമ്മളൊക്കെ വീട്ടിലുള്ള അമ്മമാരും പെങ്ങന്മാർക്കും നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ തലകറക്കും ക്ഷീണമൊക്കെ മാറിയിട്ട് അവർ ആർസിഎമ്മിലേക്ക് വന്ന ധാരാളം ആളുകൾ. ഇത്തരത്തിലുള്ള ഒരുപടി ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിനുണ്ട്. ആർസിഎമ്മിന്റെ ഒന്നാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം ഹെൽത്ത് ആണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്.